ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് NCERT സൊല്യൂഷൻസ് +1 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 6 to 10 ആണ്. 3.2 ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്താണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളാണ്, 6 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ. Find the value of the trigonometric functions in exercise 6 to 10. 6 മുതൽ 10 വരെയുള്ളതിൻ്റെ ട്രിഗണോമെട്രിക് വാല്യൂസ് കാണാനാണ് ക്വസ്റ്റ്യൻസുകൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സൈൻ 765. നമ്മൾ ആദ്യം ഇതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റേഡിയനിലോട്ട് മാറ്റാം. റേഡിയനിൽ വരുമ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റും. കാരണം റേഡിയൻ വരുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് പീരിയോഡിക് ഫങ്ഷൻസ് ഒക്കെ വരും. ഓരോ പീരീഡ് വെച്ചിട്ട് സൈനിൻ്റെ വാല്യൂ ഒക്കെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്താൽ. അപ്പോൾ 765 × π/180. ഇതിൽ 765നെയും പൈനെയും നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ 765നെയും അതേപോലെ തന്നെ 180നെയും നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പറാണ് ആര്, 5 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ടിനെയും 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് ഇങ്ങനെ കിട്ടും. 153 36 കിട്ടും അല്ലേ. 765നെ 5 കൊണ്ട് കട്ട് ചെയ്യാം. 1 5 5 7 5 പോയാൽ 2 26 5 5 25 ശിഷ്ടം 1 വരും. 5നെ അറക്കി എഴുതി 15 53 കണ്ടോ. 180നെ ചെയ്യുമ്പോൾ 18ൽ 3 എണ്ണം വരും. 3 5 15, പിന്നെ ബാക്കി ശിഷ്ടം 3 വരും. 30ൽ 6 എണ്ണം. ഓക്കെ, ഇനി 5 3 8 1 9, 6 3 9. നമുക്കിതിനെ 3 കൊണ്ട് കട്ട് ചെയ്യാം. ഓക്കെ, 9 കൊണ്ടും കട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 3 കൊണ്ട് ഓൾറെഡി കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ 3 കൊണ്ട് എന്ന് പറഞ്ഞത്. ഇത് ആഡ് ചെയ്യുമ്പോൾ 5 3 8 1 9, 9ൻ്റെ മൾട്ടിപ്പിളാണ്. 6 3 9ൻ്റെ മൾട്ടിപ്പിളാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് 5 1 6 2 1 3 വീണ്ടും നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 51നെ 3 ഇട്ട് കട്ട് ചെയ്യുമ്പോൾ 17, അഥവാ 51നെ 3 ഇട്ട് കട്ട് ചെയ്യുമ്പോൾ 17, 12 കട്ട് ചെയ്യുമ്പോൾ 4. ഇനി 153നെ നിങ്ങൾ ഡയറക്റ്റ് 9 ഇട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ 153നെ 9 കൊണ്ട് കട്ട് ചെയ്യാം. ഓരോ 9 9 വരും. 15 9 പോയാൽ 6, 63, 9 7 63 ആണ്. ഡയറക്റ്റ് 17ക്ക് വരും. 36ന് 9 8 കട്ട് ചെയ്യുമ്പോൾ 4 9 36. അപ്പോൾ 17 π/4 എന്ന് കിട്ടും. ഓക്കെ, 17 π/4 എന്ന് കിട്ടും. ഇനി ഇതിനെ ഞാനിതാ ഇങ്ങനെ മാറ്റി 17നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. 17നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 16. 17ന്ന് 16 പോയാൽ 1. അപ്പോൾ ആദ്യം ആൻസർ എഴുതി 4 + 1/4 ആണ്. ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് വരാം. അപ്പോൾ അതിനെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പൈയും കൂടിയും കൊടുക്കണം. കാരണം പൈ ഇല്ലേ, അത് പൈ അവിടെ ഉണ്ടായതുകൊണ്ട് 4 π + 1/4 π എന്ന് വരും. ഓക്കെ, 4 π എന്ന് പറയുമ്പോൾ ഈ സൈൻ വാല്യൂ 2 πയിൽ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻസും അതിൻ്റെ പീരീഡും തന്നിട്ടുണ്ട്. സൈന് 2 πയിൽ റിപ്പീറ്റ് ചെയ്യും, കോസ് 2 πയിൽ റിപ്പീറ്റ് ചെയ്യും, ടാൻ πയിൽ റിപ്പീറ്റ് ചെയ്യും, കൊസീക്ക് 2 πയിൽ റിപ്പീറ്റ് ചെയ്യും, സീക്ക് 2 πയിൽ റിപ്പീറ്റ് ചെയ്യും, കോട്ട് πയിൽ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സൈൻ എക്സ് റിപ്പീറ്റ് ആഫ്റ്റർ ആൻ ഇൻ്റർവെൽ ഓഫ് 2 π, ഹെൻസ് ഇഗ്നോറിങ് 2 × 2 π. ഈ 2 π കഴിയുമ്പോൾ സൈന് റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ നോക്കിയാൽ 4 π 2 πൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ. ആദ്യം ഒന്ന് വന്നിട്ട് 2 πയിലെത്തി, വീണ്ടും ഒന്നുകൂടി വന്നിട്ട് 4 πയിലെത്തി. അപ്പോൾ 2 × 2 π അല്ലേ പറയണത്. 2 π പീരീഡിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയണത്. അപ്പോൾ 2 × 2 π 4 π ആണ്. അത് നമ്മൾ ഇഗ്നോർ ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ബാക്കി ഉണ്ടാവുക സൈൻ 1/4 π ആണ് ഉണ്ടാവുക. ദെൻ പൈയുടെ വാല്യൂ നമ്മൾ കൊടുത്തു 180. 180നെ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്തൂടെ. 180നെ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്തൂടെ. 180/4 4 16. 18 6 പോയ 2 20, I 4 20, 45 എന്ന് കിട്ടും. ദെൻ സൈൻ 45
1/√2. ഇനി sin 45 എങ്ങനെ 1/√2 വന്നതും കൂടി കാണിച്ചു തരാം. നമ്മളുടെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഞാനിവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനതോടെ വരക്കണം കേട്ടോ. നോക്കിയാൽ 45 90 വന്നു കഴിഞ്ഞാൽ അവിടുത്തെ റേഷ്യോ എത്രയാ? 1:1:√2 ആണ്. അപ്പോൾ sin 45 എന്താ സൈനിൻ്റെ ഇക്വേഷൻ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. 45ൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? 1 ആണ്. ഹൈപ്പോട്ടനസ് എത്രയാണ്? √2 ആണ്. അപ്പോൾ 1/√2 എന്ന് വരും. ഓക്കെ, എത്ര വരും? 1/√2 എന്ന് വരും. അതാണ് നമ്മളുടെ sin 765ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് കൊസീക്ക് -1410നെ എന്താ കൊസീക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. കൊസീക്ക് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് കൊസീക്ക് x ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചാണ്ട് കൊസീക്ക് ഓഫ് -1410 എന്നുള്ളത് എന്തായി? മൈനസ് കൊസീക്ക് ഓഫ് 1410 ആക്കി. ഇനി ഇതിനെ നമ്മൾ π/188 മൾട്ടിപ്ലൈ ആണ് കേട്ടോ. ദാ 0യും 0യും പോയി. 141നെ 141ന് 2 കൊണ്ട് പറ്റില്ല, പിന്നെ 3 പറ്റുമോ നോക്കിയേ. 4ഉം 1ഉം 5, 5ഉം 1ഉം 6, 8 1 9, 3 പറ്റും. അപ്പോൾ 141നെ 3 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? 4 3 12, 14 12 പോയാൽ 2, 7 3 21, 47. ഓക്കെ, ഇതിനെ 141/18, അതായത് ഇവിടുത്തെ 0 0 കട്ട് ചെയ്തു ആദ്യം. അപ്പോൾ 141 × π/18 ആയി. അപ്പോൾ 141 π/18 ആയി. 141/18 കട്ട് ചെയ്യുമ്പോൾ 141നെ 3 കട്ട് ചെയ്തപ്പോൾ 47 ആയി. 18നെ കട്ട് ചെയ്തപ്പോൾ 6 ആയി. ഇനി ഞാനിവിടെ കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് ഇനി കട്ട് ചെയ്യാനില്ല, അതുകൊണ്ട് നമ്മളിവിടെ മൈനസ് കൊസീക്ക് ഓഫ് 47 π/6 എന്ന് കൊടുത്തു. പൈയുടെ സ്ഥാനത്ത് നടത്തത് പോലെ 180 47. ആദ്യം നമുക്കിതിൽ സ്പ്ലിറ്റ് ചെയ്യണമല്ലോ അല്ലേ? ഒരു ഇതാണല്ലോ. 47/16 ചെയ്യാം. 47/16 എങ്ങനെ അങ്ങനെ വന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമുക്ക് പൈയുടെ ഇതൊക്കെ തീരുമാനിക്കാം. ആദ്യം 47/6 ചെയ്യാം. 6 7 42, 47ന് 2 പോയാൽ 5 കിട്ടും. ഓക്കെ, അപ്പോൾ 7 + 5/6 ആണ് വരിക. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണം കേട്ടോ, ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ പോവാണ്. നമ്മളിപ്പോൾ ഇത്രയും കാര്യം ചെയ്ത് നോക്കിയാണല്ലോ. കൊസീക്ക് ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് x ആണ്. പിന്നെ അതിനുശേഷം π/188 മൾട്ടിപ്ലൈ ചെയ്തു. ഓരോ 0 ക്യാൻസൽ ചെയ്തപ്പോൾ 141/18 ആയി. 141/18 റെഡ്യൂസ് ചെയ്തപ്പോൾ 47/6 ആയി. ദെൻ 47/6 ചെയ്തപ്പോൾ 7 + 5/6 എന്ന് കിട്ടി. പക്ഷേ ഈ 7 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കൊസീക്ക് x 2πയിലാണ് റിപ്പീറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 7πനെ നമുക്ക് 2πയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. 2π 4π പിന്നെ എത്രയാ 6π അങ്ങനെ ഈവൺ നമ്പർ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടി പറഞ്ഞൂടെ? അതായത് ഇവിടെ 7 + 5/6 7ലോട്ട് 5/6 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 47/6 കിട്ടുക എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ വേറൊരു രീതിയിൽ ഇങ്ങനെയാണ് ആലോചിച്ചുകൂടെ? ഇപ്പോൾ 7ക്ക് 1 കൂട്ടുമ്പോൾ 8 ഇതിലേക്ക് 1 കൂട്ടുമ്പോഴാണല്ലോ 8. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഫ്രാക്ഷൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ? 1/6 5/6 5ൻ്റെ കൂടെ ബാക്കി എത്രയുള്ള 1 അല്ലേ? ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് 47 കിട്ടുമല്ലോ. 6 42, 42 5 കൂട്ടിയാൽ 47/6 കിട്ടും. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. 6 8 48, 48ന്ന് 1 പോയാൽ 47/6 കണ്ടോ? ഓക്കെ, അപ്പം നമ്മളിവിടെ എടുക്കുക 8 - 1/6 ആണ് നമ്മളിവിടെ എടുക്കുക കേട്ടോ. 8π - 1/6π. ഇതിൽ 8π റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടായതുകൊണ്ട് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇഗ്നോർ ചെയ്യാൻ പറ്റും. ദെൻ ബാക്കി മൈനസ് കൊസീക്ക് -1/6π എന്നാണ് ഉണ്ടാവുക. ഇതിനെ മൈനസിനെ വീണ്ടും നമ്മൾ പുറത്തേക്ക് എടുത്തു. എന്താ? കൊസീക്ക് ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് x ആണ് അല്ലേ? മൈനസിനെ നമുക്ക് ലാസ്റ്റ് എടുക്കാം കേട്ടോ. പൈയുടെ വാല്യൂ കൊടുത്തു 1/8. 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 180നെ 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 കിട്ടും. 18നെ 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പിന്നെ ഒരു 0. ഇനി ഈ നെഗറ്റീവിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. മൈനസ് കൊസീക്ക് 30 എന്നായി. കൊസീക്ക് 30 ടേബിൾ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ടോ?
ഇല്ല, ട്രയാങ്കിൾ കൊടുത്തിട്ടില്ല. ഞാൻ ട്രയാങ്കിളോട് വരച്ച് കാണിച്ചു തരാം. 2/1 എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ 30, ഇവിടെ 60, ഇവിടെ 90. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ റെസിപ്രോക്കലാ? കൊസീക്ക് സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. ഓക്കെ, സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പോൾ സൈൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് സൈന്. അപ്പോൾ കൊസീക്ക് എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് ആയിരിക്കും. ആണോ? ഹൈപ്പോട്ടനസ് 2, ഓപ്പോസിറ്റ് 1. അപ്പോൾ 2/1 = 2 എന്ന് കിട്ടും. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം വരുന്നത് എങ്ങനെയാണ്? ടാൻ 19π/3. അപ്പം 19/3 നമ്മൾ ചെയ്യണം. 19നെ 3 കൊണ്ട് കട്ട് ചെയ്യണം. ഓക്കെ, 19നെ 3 കട്ട് ചെയ്യുമ്പോൾ 6 3 18 കിട്ടും. 19 18 പോയാൽ 1. അപ്പോൾ 6 + 1/3. അപ്പോൾ 6π + 1/3π കിട്ടും. ഓക്കെ, 6π + 1/3π. ടാൻ റിപ്പീറ്റ് ചെയ്യുന്ന പൈയിലാണ്. പൈൻ്റെ മൾട്ടിപ്പിൾ പൈ, 2π, 3π, 4π, 6π. അപ്പോൾ ആ 6πൻ്റെ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഗ്നോർ ചെയ്യാം. ദെൻ ബാക്കി ഉണ്ടാവുക ടാൻ ഓഫ് 1/3π ഉണ്ടാവുക. പൈയുടെ വാല്യൂ 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ 180യെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18ൽ എത്ര 3 ഉണ്ട്? 6 എണ്ണം. 6 3 18, ഒരു 0 ഇട്ട് കൊടുക്കുക. 60. ടാൻ 60. ഇനി ആ ട്രയാങ്കിൾ ഞാനിവിടെ വരക്കുന്നുണ്ട്. 30, 60, 90. 30ക്ക് ഓപ്പോസിറ്റ് 1 വരും, 60ക്ക് ഓപ്പോസിറ്റ് √3 വരും, 90ക്ക് ഓപ്പോസിറ്റ് 2 വരും. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. 60 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് √3, അഡ്ജസൻ്റ് 1. ഓക്കെ, 60ക്ക് ഓപ്പോസിറ്റ് √3, അഡ്ജസൻ്റ് 1. അപ്പോൾ √3/1 വരും. √3. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്തത് സൈൻ -11π/3 ആണ്. ദെൻ അതിൽ ഞാൻ സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ എന്താണ്? -sin x ആണ്. അപ്പോൾ ആ നെഗറ്റീവിനെ നമുക്ക് പുറത്തേക്ക് മാറ്റാം. ഓക്കെ, -sin 11π/3 എന്ന് വരും. 11/3 ചെയ്യാം നമുക്ക്. 11/3 ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുക? 3 9, ശിഷ്ടം 2 വരും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് 3/2/3 എന്നാണ് വരിക. 3 + 2/3 എന്നാണ് വരിക. ഇതിനെ നമുക്ക് 4 - 1/3 എന്നാക്കി കൂടെ. കണ്ടോ? 4 - 1/3 എന്നായിക്കൂടെ. അപ്പോഴല്ലേ സൈനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പീരിയോഡിക് ഫംഗ്ഷൻ വെച്ചുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. 4 - 1/3 എന്നാക്കിക്കൂടെ. 3ക്ക് 1 കൂട്ടി, ഇതിൽ നിന്ന് 2/3 ആണ്. അപ്പോൾ അത് 1 ആവാനും വേണ്ടി എത്രയും കൂടി വേണമെങ്കിൽ 1/3 അത് മൈനസ് ചെയ്താലും നമുക്ക് 11/3 കിട്ടും. അപ്പോൾ ഞാൻ 4 - 1/3 എടുത്തു. ഓക്കെ ആണല്ലോ? അപ്പോൾ 4π എന്തായി പോവും? ക്യാൻസൽ ആയി പോവും, പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട്. ദെൻ സൈൻ ഓഫ് -1/3 × π വരും. മൈനസിനെ പുറത്തെടുത്തു, കാരണം സൈൻ ഓഫ് -x = -sin x ആണ്. സൈൻ ഓഫ് -x = -sin x ആണ്. അപ്പോൾ മൈനസിനെ പുറത്തെടുത്തു. ദെൻ 1/3 × 180 വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 18ൽ 6 3 18 60 വരും. 2 മൈനസ് പ്ലസ് ആയി. അപ്പോൾ സൈൻ 60. സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാൻ ആംഗിൾ വരക്കുന്നുണ്ട് ഇവിടെ. 30ക്ക് ഞാനിവിടെ 3 എഴുതുന്നുള്ളൂ കേട്ടോ. 3 60 90. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ന് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ആരാ? 60ൻ്റെ നേരെ എതിരെ കിടക്കുന്ന ആരാ? √3 ആണ്. ഹൈപ്പോട്ടനസ് 2 ആണ്. അപ്പോൾ √3/2. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, കോട്ട് -15π/4. കോട്ട് മൈനസിനെ പുറത്തെടുത്തു. അപ്പോൾ -കോട്ട് 15/4 ആയി. 15നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 16 പോകൂല. അപ്പോൾ 3 4 12. 15 12 പോയാൽ 3. 15 12 പോയാൽ 3. അപ്പോൾ 3π 3 + 3/4 അല്ലെങ്കിൽ 4 - 4/5 എന്ന് വരും. കോട്ടിനെ നമ്മൾ പൈ എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കോട്ടിനെ 4π വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ 4π - 1/4π എന്ന് കിട്ടും. 4π നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇൻ്റർവെൽ ഓഫ് π എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ 3 + 3/4 എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാതെ ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്കൊന്ന് ഇവിടെ വരുമ്പോൾ 3/4 ഇൻറ്റു പൈ വരുമ്പോൾ 180 വരും. 180 ചെയ്യുമ്പോൾ 4 16 പിന്നെ 16 I4 20 3 ഇൻറ്റു 45 വരും. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 45 വീണ്ടും എന്തായി 45 3 വട്ടം വരുമ്പോൾ 90 3 15 3 12 1 13 135 വരും. വീണ്ടും ഇതിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. 135 വരുമ്പോൾ 135ൻ്റെ വാല്യൂ നമുക്കറിയില്ല. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ വേണം പിന്നെ എഴുതാൻ. അപ്പോൾ അതിലാറ് സുഖം നമുക്ക് 4 - 1/4 എടുക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഇഗ്നോറിങ് 4π ക്യാൻസൽ ആയി പോവും. ദെൻ കോട്ട് ഓഫ് മൈനസ് 1/4 പൈ ഈക്വൽ ടു എന്ത് വരും, മൈനസിനെ പുറത്തെടുക്കും. 180/4 45 വരും. ഓക്കെ, വീണ്ടും ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുക, 45 കിട്ടും കേട്ടോ. 3π 45 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടും 3 ടൈംസ് വരുമ്പോൾ കേട്ടോ. ഇതിങ്ങനെ വീണ്ടും 135 വരുന്നതുകൊണ്ടാണ് നമ്മൾ 3 + 3/4 പകരം 4 - 1/4. കാരണം കോട്ട് പൈ എന്ന് പറയുന്ന പൈയിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, 180/4 ചെയ്യാം. 180/4 ചെയ്യുമ്പോൾ 45 കിട്ടും. സോ കോട്ട് 45, tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ കോട്ടും എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ഓക്കെ.